ഐഡിയ. അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് എന്താണെന്നറിയണ്ടേ? നമ്മുടെ പുട്ടും നമ്മുടെ എഗ്ഗ് സ്റ്റൂ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്യണേ. എഗ്ഗ് സ്റ്റൂ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ എഗ്ഗ് സ്റ്റൂ ആണ്. ഇപ്പം നേരം വെളുക്കുന്നത് പെട്ടെന്ന് നേരം വെളുക്കുന്ന പോലെ രാവിലെ ഭയങ്കര ചൂടാണ്. പിന്നെ ക്ലൈമറ്റിനൊക്കെ ഒരു വ്യത്യാസമുണ്ട്. കാരണം നല്ല കാറ്റാണ്. ചുറ്റുമാണ് ചൂടിന് ഒരു കുറവുണ്ട് പകൽ സമയത്ത്. രാത്രിയാണ് ഭയങ്കര ചൂട്. അപ്പോൾ നമുക്കിന്ന് പഴയ പോലെ എൻ്റെ എനർജി ഡ്രിങ്കാണിത്. ഇത് കുടിച്ചിട്ടാണ് ഇന്നത്തെ എൻ്റെ ദിവസം ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് എഗ്ഗ് സ്റ്റൂ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. എഗ്ഗ് സ്റ്റൂ എല്ലാവർക്കും അറിയായിരിക്കും. സ്പെഷ്യലായിട്ട് ഇനി ഞാൻ പറയേണ്ട കാര്യമില്ല. എന്നാലും ഞാൻ ഇന്ന് എഗ്ഗ് സ്റ്റൂ ആയതുകൊണ്ട് ഞാൻ ഇന്നൊരു വ്ളോഗ് പോലെ ചെയ്യാമെന്ന് കരുതിയതാണ്. ഇനി ഇതിൻ്റെ മസാല എന്ന് പറഞ്ഞാൽ ഇത് ഫ്രഷായിട്ട് നമ്മൾ അടിച്ച് ചേർക്കുമ്പോൾ ഈ സ്റ്റൂവിന് പ്രത്യേക മണവും രുചിയും കൂടും. ഇതിന് 1 ടീസ്പൂണാണ് പെരുംജീരകവും പട്ട ഗ്രാമ്പു ഏലക്കയും കൂടെ മിക്സിയിലൊന്ന് നല്ലതുപോലെ അടിച്ചെടുത്താൽ മതി. ഇത് ഫ്രഷായിട്ടങ്ങ് ചേർത്താൽ മതി. ഏത് കറിക്കും ഫ്രഷായിട്ട് ചേർക്കുമ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റാണ് കറികൾക്ക്. പിന്നെ 1-ാം പാലും 2-ാം പാലും വേണം. ഞാൻ 1 മുറി തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലാണ് എടുത്തിട്ടുള്ളത്. 2-ാം പാലിൽ നമുക്കിന്ന് വെജിറ്റബിൾസ് നല്ല പിന്നെ കുറച്ച് കശുവണ്ടി ഉണ്ടല്ലോ, കുറച്ച് കശുവണ്ടി ഒരു 10 കശുവണ്ടികളുണ്ട്. കശുവണ്ടി നമുക്കൊന്ന് ചെറുതായിട്ടൊരു കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് മിക്സിയിലൊന്ന് ക്രീമി പരുവത്തിൽ അടിച്ചെടുക്കുക. പിന്നെ എരിവിന് വേണ്ടി നമുക്ക് കുരുമുളക് പൊടി കുറച്ച് ചേർക്കണം. അതുപോലെ തന്നെ നമ്മുടെ മസാലയും ചേർത്ത് അതുപോലെ നമ്മുടെ ക്രീമി കശുവണ്ടിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ എഗ്ഗ് സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റാണ് നമ്മുടെ 1-ാം പാല് ചേർത്ത് കൊടുക്കുന്നത്. അധികം തിളയ്ക്കേണ്ട കാര്യമില്ല. ഇത് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു കോമ്പിനേഷനാണ്. കാരണം ഇത് നെയ്യിൽ നമുക്ക് കുറച്ച് കശുവണ്ടിയും അതുപോലെ മുന്തിരിങ്ങയും കറിവേപ്പിലയും കൂടെ നെയ്യിൽ തന്നെ ഒന്ന് താളിച്ചിടണം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അവസാനം നമുക്ക് കസൂരി മെത്തി അതുകൂടെ ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള നമ്മുടെ എഗ്ഗ് സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന പുട്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ് ചെയ്യുക. താങ്ക് യു.